ഹലോ! നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? സുഭാഷ് ചേട്ടന് സുനന്ദയോട് പ്രണയം മുട്ടിട്ട് തുടങ്ങിയോ, അതോ അങ്ങേർക്ക് ആദ്യമേ പ്രണയമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കണ്ടിട്ട് തോന്നുന്നു അങ്ങേർക്ക് എന്നോ പ്രണയമുണ്ടെന്ന്. പ്രകടിപ്പിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും എന്താവുമെന്ന് നമുക്ക് നോക്കാം. സുനന്ദയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുനന്ദയുടെ മാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനച്ഛൻ്റെ അടുത്തേക്ക് അത് പറയാൻ വേണ്ടിയിട്ട്, ഭാസ്കരനച്ഛൻ്റെ അടുത്തേക്ക് മാത്രമല്ല മക്കളുടെ അടുത്തേക്കും ഇത് പറയാനായിട്ടും, പിന്നെ സുനന്ദയെ ഇനി കാണരുത്, മനസ്സ് മാറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താക്കീത് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരുന്നതിന് മുമ്പ് ലളിത പറയുന്നുണ്ട്, മാമനോട് പറയുന്നുണ്ട്, അവിടെ പോയിട്ട് അപേക്ഷിക്കാനൊന്നും നിൽക്കണ്ട, കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് പോന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ വരണമെന്ന് ചോദിക്കുമ്പം വേണ്ട, അളിയൻ വരണ്ടെന്നാണ് സുനന്ദയുടെ അച്ഛനോട് ഗംഗമാമൻ പറയുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളെ ഭാസ്കരനച്ഛൻ അപ്പം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സുനന്ദയുടെ മാമനെ കണ്ടിട്ടും അദ്ദേഹം കാണാത്ത പോലെ അഭിനയിച്ചിട്ട് പത്രം വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. താനെന്താ പത്രം തിന്നുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെപ്പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പത്രം തിന്നാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് അടിക്കുന്നുണ്ട്. അവരുടെ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ അവർ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് ശേഷമാണ് സുഭാഷ് ചേട്ടനും എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരുന്നത്. അങ്ങനെ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ നെഞ്ചൊന്ന് പിടയ്ക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം സുഭാഷ് ചേട്ടന് സുനന്ദയോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ആ മൗനത്തിന് പിന്നിലുള്ള കാരണമെന്ന്. അപ്പോൾ സുഭാഷ് ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ മിണ്ടാതൊക്കെ, അവർ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞങ്ങ് പോകും, എൻ്റെ അനിയത്തിയുടെ മകൾ സുനന്ദയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടനും നീതിക്കും എല്ലാവരും അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഭാസ്കരനച്ഛനാണ് ചോദിക്കുന്നത്, അതൊന്നും ഇവിടെ വന്ന് പറയുന്നത്. അപ്പോൾ പറയാൻ കാരണമുണ്ട്. അപ്പോൾ മേലാൽ ഇനി അങ്ങോട്ട് ആരും വന്നു പോവരുത്, അതിന് മുൻപ് സുനന്ദയുടെ മനസ്സ് മാറ്റാനോ സുനന്ദയെ കാണാനോ സംസാരിക്കാനോ ഒന്നും അങ്ങോട്ട് വന്നു പോരുതെന്ന് പറയാണ് ഗംഗമാമൻ. നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പോരാ, സുഭാഷ് ചേട്ടനാണെങ്കിൽ അങ്ങേയറ്റം തകർന്നു എന്നും പറയാം നമുക്ക്. കാരണം സുഭാഷ് ചേട്ടൻ്റെ കണ്ണിലുണ്ട് ആ പ്രണയം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിളിച്ചാൽ പോലും ഞങ്ങൾ ആ പരിസരത്തേക്ക് വരില്ല എന്നൊക്കെ. അപ്പോൾ അയാൾ പറയാണ്, ഗംഗമാമൻ പറയാണ്, അപ്പം എൻ്റെ അനിയത്തിയുടെ മകളാണ് സുനന്ദ, അവളെ ചെറുപ്പം മുതൽ വളർത്തി വലുതാക്കിയത് ഞാനാണ്. അപ്പോൾ അവളെ കൊള്ളാവുന്ന ഒരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി മുൻകൈ എടുത്തിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് കല്യാണം കലക്കാനോ അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ എല്ലാവരെയും വെട്ടിക്കൊന്ന് ജയിലിൽ പോകാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ ഗംഗമാമൻ പറയുമ്പോൾ നമ്മളെ ഭാസ്കരനച്ഛൻ ഭയങ്കരമായിട്ട് അതൊരു തമാശ രൂപേണ എടുത്ത് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും എന്താ ചിരിക്കാത്ത, അയാളൊരു കോമഡി പറയുമ്പോൾ ചിരിക്കണ്ടേ, അപ്പോൾ നിങ്ങൾക്ക് തമാശ മനസ്സിലാക്കാനുള്ളൊരു സെൻസും കൂടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിട്ട് എടുക്കുകയാണ്. നമ്മളെ സുഭാഷ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സുനന്ദയോടുള്ള അങ്ങേയറ്റുള്ള പ്രണയം നമുക്ക് അവിടെ ആ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതുപോലത്തെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോകുന്നത് ഞാനായിരിക്കും നമ്മളെ ഭാസ്കരനച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഗംഗമാമൻ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയുടെ മകളുടെ കല്യാണത്തിൽ ഇവിടുന്ന് ആരും തലയിടരുതെന്ന് പറയാൻ വേണ്ടി മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, അതിന് ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നില്ലല്ലോ, അവിടുന്ന് സുനന്ദ ഇങ്ങോട്ടല്ലേ വലിഞ്ഞു കയറി വരുന്നത്, എത്ര ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാലും കടക്ക് പുറത്തുനിന്ന് പറഞ്ഞാലും പിന്നാവാതിലൂടെയല്ലേ അവൾ കടന്നു വരുന്നത്, പൂച്ചയെ പോലെ എന്നൊക്കെ ഭാസ്കരനച്ഛൻ കളിയാക്കി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞ ആ മകളുണ്ടല്ലോ, അവളെയാണ് നിങ്ങൾ മര്യാദ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ഇവിടെ വന്നിട്ട് പറയല്ല വേണ്ടെന്നൊക്കെ ഇവർ പറയണം. ഇവർ പറഞ്ഞതിന് തിരിച്ചൊന്നും പറയാനില്ലാതെ അദ്ദേഹം അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധിയും നികേഷും കൂടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ അവർ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ സുനന്ദയും അവിടേക്ക് വരുന്നുണ്ട്. സുനന്ദ ആദ്യം ഇവരെ കാണുന്നില്ല, പിന്നീട് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴേ വന്ന്, ഒരുപാട് നേരമായി ഇവിടെ ഇരിക്കുന്നു ചോദിക്കുമ്പോൾ നികേഷിന് ദേഷ്യം വരികയാണ്. നികേഷ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി സംസാരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നിട്ട് നിങ്ങളെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കും, വെറുതെ എന്തിനാ ഞങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട, പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ നികേഷ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ സുനന്ദയോട് പെരുമാറുമ്പോൾ നീതി പറയുന്നുണ്ടടാ, അങ്ങനെയൊന്നും പറയല്ലടാ, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും, നീ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മാറി നിൽക്ക്, നീ പുഷ്പാഞ്ജലി കഴിക്കാൻ പോ, ആ കുട്ടിക്ക് എന്തോ സംസാരിക്കാനുണ്ട്, നീ ഒന്ന് മാറിത്താന്നുള്ള രീതിയിൽ നിധി നികേഷിനോട് ചോദിക്കുകയാണ്. അങ്ങനെ നികേഷ് അവിടുന്ന് മാറുന്നു. നമ്മളെ സുനന്ദ വന്നിട്ട് നിധിയുടെ അടുത്തിരിക്കുന്നു. അപ്പം ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, അതാണ് നികേഷിന് എന്നോട് ഇത്രയും ദേഷ്യം എന്നൊക്കെ നമ്മളെ സുനന്ദ ഇങ്ങനെ പറയാണ്. നിധി പറയുന്നത് പോലെ ഒന്നുകിൽ ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ എതിർക്കണം, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന പോലെ ഈ കല്യാണം നടത്തണം, എനിക്ക് എൻ്റെ അച്ഛനെ ഏർപ്പാടാക്കിയ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല, പക്ഷെ അവരെ എന്തെങ്കിലും എതിർത്ത് ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. ഇടയ്ക്ക് ഞാൻ വിചാരിക്കും, നിധി ചെയ്തതുപോലെ സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോന്നാലോ,
പക്ഷേ എനിക്ക് നിധിയെ പോലുള്ള അതിനുള്ള ശേഷിയില്ല. കുട്ടിക്കാലം മുതലേ സുഭാഷ് ഏട്ടൻ എന്നോട് ഒരു കറുത്ത വാക്ക് പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്. പക്ഷെ സുഭാഷ് ഏട്ടൻ അങ്ങനെയല്ല. എനിക്കറിയാം സുഭാഷ് ഏട്ടനെ. അങ്ങനെ സുനന്ദ ഓരോന്ന് കരഞ്ഞുകൊണ്ട് നമ്മളെ നിധിയോട് പറയാണ്. നിധിയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് നമ്മളെ സുനന്ദ പറയുന്നുണ്ട്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിധി, എൻ്റെ മനസ്സിലുള്ള സന്തോഷം അത് എന്നേക്കുമായിട്ട് മരിച്ചു പോയിരിക്കുകയാണ് നിധി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുനന്ദ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. കേട്ടിട്ട് നമ്മളെ നിധിക്കും നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട്. ഇനി എന്താ നടക്കാൻ പോകുമെന്ന് നമുക്കറിയില്ല. സുനന്ദയ്ക്ക് നമ്മളെ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, അതോ അച്ഛൻ പറഞ്ഞ ആ കല്യാണത്തിനാണ് നിന്ന് കൊടുക്കേണ്ടി വരിക, ഒന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുനന്ദ സുഭാഷ് ഏട്ടനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സുഭാഷ് ഏട്ടൻ തിരിച്ചും സുനന്ദയെ സ്നേഹിക്കുന്നുണ്ട്. പരസ്പരം എന്തൊക്കെയോ പ്രശ്നത്തിന്റെ പേരിൽ, അതോ ഇനി പറഞ്ഞിട്ടും കാര്യമില്ലാത്തതിന്റെ പേരിലോ എന്താണെന്നറിയില്ല, തുറന്നു പറയാതിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വിവാഹം നടക്കുകയോ ഇല്ലേ, അതോ സുഭാഷ് ഏട്ടനായിട്ട് തന്നെയാണോ നടക്കുക, അതോ വേറെ വിവാഹം നടക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.